ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലുള്ള കവയിലാണ് കേട്ടോ. അപ്പോൾ കവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് വശമാണ്. ഇത് ലൊക്കേഷൻ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ എന്ന് അടിച്ചാൽ തന്നെ ഗൂഗിളിൽ വരും. അപ്പം ഡാമിൻ്റെ നേരെ റോപ്പ് വേൻ്റെ സൈഡിൽ കൂടെയാണ് ഈ റൂട്ട് വരുന്നത്. അതിമനോഹരമായ അടിപൊളി പ്ലേസാണ് കണ്ടോ, നല്ല സൂപ്പർ സ്ഥലങ്ങളാണ്. പിന്നെ അങ്ങോട്ട് കാടുണ്ട്, കാട്ടിൽ വന്യജീവികളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, കമോൺ. ഇതാണ് അപ്പോൾ നമ്മുടെ കവയുടെ എൻട്രി. ഇതിലിങ്ങനെയാണ് എൻട്രി. ഇപ്പോൾ അടവൊന്നുമില്ല, മറ്റേത് ഇവിടെ വെള്ളം കൂടിയ ഗേറ്റ് അടച്ചിടും. അപ്പം നോ എൻട്രി ആണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 13-14 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കവ ഐലാൻഡ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ കണ്ടുപരിചയമുള്ള ഒരു പ്ലേസ് ആണ്. കാരണം ഒരുപാട് സിനിമകളിൽ ഈ ലൊക്കേഷൻ ഉണ്ട്. തെന്നിന്ത്യൻ സിനിമകളിലുണ്ട്, മലയാളം സിനിമകളിലുണ്ട്. എടുത്തു പറയേണ്ടതാണ് ഒടിയൻ, പടയോട്ടം, മൃഗയ, കന്മദം സിനിമകളിലെ പ്രധാന ലൊക്കേഷനാണ് നമ്മുടെ കവ ഐലാൻഡ്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, മസ്റ്റായിട്ടും പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അതുപോലെ മയിലുകളുടെ പീലി വിടർത്തിയുള്ള ആട്ടമൊക്കെ കണ്ടുട്ടോ, അത് അടിപൊളിയായിരുന്നു. കവ ഐലാൻഡ് ഇങ്ങനെ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. അവിടെ വേറെയും മറ്റ് വന്യജീവികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ഞങ്ങൾ കുരങ്ങനെ കണ്ടുള്ളൂ, വേറെ ആരും അങ്ങനെ കാണാൻ സാധിച്ചില്ല. ഇങ്ങോട്ടുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ് കേട്ടോ. പാർക്കിംഗ് പിന്നെ റോഡ് സൈഡിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്താം. പക്ഷെ ചെറിയ റോഡാണ്, അതിനനുസരിച്ച് നിർത്തണം. ശനി ഞാനൊക്കെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. കേരളത്തിലേക്കുള്ള മഴയുടെ കവാടമായ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലുള്ള കവ വ്യൂ പോയിന്റ് കുന്നുകളുടെയും ജലസംഭരണിയുടെയും പശ്ചാത്തലത്തിൽ മഴക്കാലത്തെ പിന്തുടരാൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥലമാണ്. സൺസെറ്റ് ഒക്കെ ആസ്വദിക്കണമെങ്കിൽ വെറുതെ ബീച്ചിൽ പോയി സമയം കളയണ്ട. നമ്മുടെ കവ ഐലാൻഡിലേക്ക് വന്ന അതിലും മനോഹരമായിട്ട് നമ്മുടെ സൺസെറ്റ് കാണാൻ സാധിക്കും. സൺസെറ്റ് മാത്രമല്ല, സൺസെറ്റിൽ മുങ്ങിക്കിടക്കുന്ന നമ്മുടെ കവ ഐലാൻഡ് ഒന്ന് കാണണം മക്കളെ, അതാണ് കാഴ്ച. പിന്നെ അങ്ങോട്ടുള്ള വഴി എടുത്തു പറയേണ്ട ഒന്നാണ്. എന്താ പ്രകൃതി രമണീയമായ സ്ഥലം. രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ കാടുകൾ. ആ കാടിൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു റൂട്ട് ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര എന്താ പറയുക, വാക്കുകളിൽ അത്രയ്ക്ക് രസമായിട്ടാണ് അതിലൂടെയുള്ള യാത്രയിലൂടെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ അരുവികളുണ്ട്, വെള്ളച്ചാട്ടം. അത് നല്ല ഫ്രഷ്, നല്ല തണുത്ത വെള്ളമാണ് വരിക. ഞങ്ങൾ മുഖം കഴുകുക, കുടിക്കുക ഒക്കെ ചെയ്യുക. പിന്നെ മഴ ഒന്നും കൂടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഞങ്ങൾ പോയപ്പോൾ മഴ ഒന്ന് കുറവായിരുന്നു, അതുകൊണ്ട് ചെറിയ ചെറിയ അരുവികളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ നമുക്ക് പുഴയിൽ ഇറങ്ങി കുളിക്കാം, ഒക്കെ ചെയ്യാം. വെള്ളം കൂടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ പുതിയ പാലം വരുന്നുണ്ട്, അതായത് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കുള്ള പുതിയ പാലം. അത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ യാത്രക്ക് സുഖമാവും. പിന്നെ റിസോർട്ടുകളുണ്ട് അവിടെ, ആളുകൾക്ക് വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും പിള്ളേർ മാത്രമായിട്ടും എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഹട്ടുകൾ, അതുപോലെ ചെറിയ ചെറിയ വില്ലകൾ, റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങോട്ട് പോകുന്നോളിയും നല്ല അടിപൊളിയിൽ എൻജോയ് ചെയ്യാം. എന്താ കടക്കടേ, നല്ല സോളിലെ കാറ്റ് കടന്നത്, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അങ്ങോട്ട് നോക്ക്. ഇനി കല്യാണം കഴിഞ്ഞ് ന്യൂലി കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് ഹണിമൂണിന് വേറെ അങ്ങോട്ട് മുടങ്ങട് പോരെ, നല്ലതായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം. നല്ല അടിപൊളി ഫോട്ടോസും എടുത്ത് മടങ്ങാം. കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല, കഴിയാത്ത കപ്പിൾസ് ഉണ്ടെങ്കിൽ പോന്നോട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.